ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, ആ സാധനത്തിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ട്, നിങ്ങൾ ആ സാധനത്തിന് എന്തുമാത്രം മൂല്യം കൊടുക്കുന്നുണ്ട് എന്ന് ഇന്ന് നിങ്ങളെ തെളിയിക്കാൻ പോവുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ എക്സാമ്പിൾ ആക്കിയായിരിക്കും നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോണിനേക്കാളും വില കൂടിയ മൊബൈൽ ഫോണാണോ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നേരത്തെ ഇപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു 10,000-20,000 രൂപ കൊടുത്ത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി, അല്ലെങ്കിൽ EMI കൊടുത്ത് നിങ്ങളൊരു 10,000-25,000 രൂപ 30,000 രൂപ കുറച്ച് വില കൂടിയ മൊബൈൽ ഫോൺ പിന്നീട് മേടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ നിങ്ങൾ കയ്യിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ താഴെ വീഴാൻ നേരത്ത് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്തായിരുന്നെന്നും ഇപ്പോഴത്തെ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണെന്നും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ വില കൂടിയ മൊബൈൽ ഫോൺ മേടിച്ചത് താഴെ വീഴുന്നതും പഴയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് താഴെ വീഴുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അതാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് കൊടുക്കുന്ന മൂല്യവും പഴയ മൊബൈൽ ഫോണിന് കൊടുക്കുന്ന മൂല്യവും ഒന്നാണോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത വേറൊന്നുമല്ല, ഞാൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ചിന്താശക്തി നഷ്ടമായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മളിപ്പം മൂല്യം ഉള്ളതിനെ നമ്മൾ സംരക്ഷിക്കത്തില്ല, ഇല്ലാത്തതിനെ നമ്മൾ തേടി പിടിച്ച് പോവുകയും ചെയ്യും. സ്വന്തം മൂല്യം നമ്മൾ തിരിച്ചറിയാതെയാണ് മറ്റുള്ളവരുടെ മൂല്യം തപ്പി നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പം ഞാൻ ഫോണിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഫോണാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റേത് ബന്ധമാണെങ്കിലും ശരി, അതിൻ്റേതായിട്ടുള്ളൊരു മൂല്യം കൊടുത്തില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മടുക്കാൻ തുടങ്ങും. മീൻസ് എന്താ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.